ജോസഫ് സി മാത്യൂസ് സി എനിവി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ സാറേ ആ ഡോറിന്റെ വലിപ്പം എല്ലാവർക്കും അറിയാം. അവിടെ മാറി 6 ആൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, അവിടെ നിന്ന് മാറിക്കൊള്ളുക. ഇവിടെ നമ്മൾ ഈ വഴിയോരങ്ങൾ കാണുന്നത് അത്രയും ചെറുപ്പക്കാരെയാണ്. വലിയ ആയിരക്കണക്കിന് ജനസഞ്ചയമാണ്. ഇന്നലെ ഊരിച്ചൊരിയുന്ന മഴയത്തും വി എസിനെ കാത്തു നിൽക്കുകയാണ്. വി എസ് എന്താണ് എന്ന് ഒരിക്കൽ കൂടി കേരളത്തിന് മനസ്സിലാവുകയാണ്. തീർച്ചയായിട്ടും 6 വർഷത്തെ മൗനത്തിന് ശേഷമാണ്. വളരെ അപൂർവമാണ്. മറ്റ് പല രാഷ്ട്രീയ നേതാക്കളും സജീവമായി കത്തി നിന്നപ്പോഴുള്ള പ്രത്യക്ഷത്തിലാണെന്ന് പറയുന്നത്. ഇത് നമ്മള് ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത്, അത് ഉയർത്തിയ രാഷ്ട്രീയത്തെ ജനങ്ങൾ എത്രത്തോളം നെഞ്ചോടേറ്റിയിട്ടുണ്ടെന്നുള്ളത് അതൊക്കെ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ യുവജനങ്ങളുടെ പ്രസൻസ്, യുവതികളുടെ പ്രസൻസ്, അപ്പൊ പുതിയ കേരളത്തിന് വേണ്ടത് എന്താണെന്നുള്ളത് അവര് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് എല്ലാവർക്കും അത് ബോധ്യപ്പെടുമെന്ന് ആഗ്രഹിക്കുകയും കൂടി. അത് കേവലം കൗതുകത്തിന് കുട്ടികൾ വരുന്നതല്ല, അത് കേവലം കൗതുകത്തിന് കുട്ടികൾ വരുന്നതല്ല. വി എസിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയ കുട്ടികളാണ്. അതെ അതെ, തീർച്ചയായും ചെറുപ്പക്കാരിലെ വലിയ ആവേശം ഉണ്ടാക്കാൻ വി എസിന് കഴിയുന്നുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. സാധാരണ എല്ലാ മേഖലയിലും ചെറുപ്പക്കാരുടെ ഒരു അസാന്നിധ്യമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വി എസിനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ ചെറുപ്പക്കാർ കൂട്ടത്തോടെ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. ത്തിയിരുന്ന ആളുകൾ, വി എസുമായി വ്യക്തിപരമായ അടുപ്പം പുലർത്തിയിരുന്ന ആളുകൾ, വി എസിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ, വി എസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവർ, അങ്ങനെയൊക്കെ ഒരുപാട് പേർ വസതിയിലേക്കും എത്തിച്ചേരുകയാണ്. വേലിക്കകത്ത് വസതിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ അവസാനമായി എത്തുമ്പോൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് യാത്ര പറയണം എന്ന് കരുതി ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ മുതലൊക്കെ കാത്തു നിൽക്കുന്ന ആളുകൾ കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും മലമ്പുഴ അദ്ദേഹത്തിന്റെ തട്ടകമായിരുന്നു ഏറെക്കാലം. അവിടെ നിന്നൊക്കെ ഒട്ടേറെ പേർ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവനാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് അന്നാട്ടുകാർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്.